ഈ മറ്റുള്ളവർ പല സമയത്തും നമ്മളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കാറുണ്ട്. അയ്യോ അച്ഛൻ ആ കാര്യം ചെയ്തു തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടമായി പോയാനെ, അത് വലിയ സഹായമായിരുന്നു, എൻ്റെ അച്ഛോ വലിയ ഉപകാരമായി. ഇങ്ങനത്തെ നല്ല പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ പുകഴ്ത്തി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് സന്തോഷിക്കും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ സന്തോഷം നമ്മൾ പോലും അറിയാതെ ചില സമയത്ത് ഒരു അഹങ്കാരമായിട്ടൊക്കെ വളർന്ന് മാറിപ്പോകാറുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ വന്നാൽ മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനം നമുക്ക് തന്നെ ദോഷമായിട്ട് മാറിപ്പോകും. നമ്മുടെ അഹങ്കാരം ഈ പറഞ്ഞ ആളുകളെ തന്നെ നമ്മുടെയൊക്കെ അടുത്ത് നിന്ന് ചിലപ്പോൾ അകറ്റിക്കളഞ്ഞെന്നും വരും. ഇന്നത്തെ വചനഭാഗത്തിലുണ്ടല്ലോ, തോബീത്തിന്റെ മകൻ തോബിയാസിന്റെ ജീവിതത്തിലേക്ക് റഫായേൽ മാലാഹ വലിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു. വചനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ നന്ദി സൂചകമായിട്ട് തോബിയാസ് കുറെ നന്മ വാക്കുകൾ റഫായേൽ മാലാഖയോട് പറഞ്ഞു. അങ്ങനെ നന്മ വാക്കുകളൊക്കെ പറഞ്ഞപ്പം റഫായേൽ മാലാഖ പറഞ്ഞു കൊടുത്ത മറുപടി നമുക്കൊക്കെ വലിയ മാതൃകയാണ്. എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്, അവിടുത്തേക്ക് എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. ഇത് ഒരു വല്ലാത്ത മാതൃകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മളെ മറ്റുള്ളവർ പുകഴ്ത്തി പറയുമ്പം, നമ്മൾ ചെയ്ത ഉപകാരത്തിന് നന്ദി പറയുമ്പം, ഈ റഫായേൽ മാലാഹ തോബിയാസിനു പറഞ്ഞു കൊടുത്ത പോലെ തന്നെ കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.